ദുബായിൽ നിന്നും കേരളത്തിലേക്കുള്ള എയർ ഇന്ത്യ സർവീസ് നിർത്തലാക്കുകയാണ്. മാർച്ച് അവസാനത്തോടെ കൊച്ചിയിലേക്കുള്ള സർവീസ് നിർത്തലാക്കാൻ എയർ ഇന്ത്യ തീരുമാനിച്ചു. പകരം ബജറ്റ് എയർലൈനായ എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് നടത്തുമെന്ന് കമ്പനി വ്യക്തമാക്കി. ദുബായിൽ നിന്നും കേരളത്തിലേക്കുള്ള എയർ ഇന്ത്യയുടെ സർവീസ് പൂർണ്ണമായും ഇല്ലാതാകുന്നു എന്നതാണ് ഈ വാർത്തയുടെ പ്രാധാന്യം. പ്രത്യേകിച്ച് കൊച്ചിയിലേക്ക് മാത്രമാണ് എയർ ഇന്ത്യ ഇപ്പോൾ ദുബായിൽ നിന്നും സർവീസ് നടത്തുന്നത്. തിരുവനന്തപുരത്തേക്കോ കണ്ണൂരിലേക്കോ കോഴിക്കോട്ടേക്കോ ഒന്നും എയർ ഇന്ത്യ ഇല്ല. എയർ ഇന്ത്യ എക്സ്പ്രസ് മാത്രമാണുള്ളത്. ഇനി കൊച്ചിയിലേക്കും എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ എന്നാണ് വ്യക്തമാക്കുന്നത്. മാർച്ച് 28-നാണ് എയർ ഇന്ത്യ സർവീസ് അവസാനിപ്പിക്കുമെന്ന അറിയിപ്പ് വന്നിട്ടുള്ളത്. മാർച്ച് 29 മുതൽ എയർ ഇന്ത്യ എക്സ്പ്രസ് മാത്രമേ ഇനിയും ലഭിക്കുകയുള്ളൂ. ടിക്കറ്റ് ബുക്കിംഗ് അങ്ങനെയാണ് ഈ ട്രാവൽ ഏജൻസികളൊക്കെ അറിയിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനം കൊച്ചി പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരത്തിൽ നിന്നും എയർ ഇന്ത്യയുടെ സർവീസ് നിർത്തുമ്പോൾ വലിയ വിമാനമാണ്, അതില്ലാതാകുന്നു. അതേപോലെ തന്നെ മറ്റ് പ്രീമിയം സൗകര്യങ്ങളൊന്നും ഉണ്ടാകില്ല. എയർപോർട്ട് ലോഞ്ച്, അതോടൊപ്പം എൻ്റർടൈൻമെൻറ്റ്, ഭക്ഷണം, സൗജന്യ ഭക്ഷണം, കൂടുതൽ ലഗേജ്, അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ലഭിക്കില്ല. ബജറ്റ് എയർലൈൻ ആയതുകൊണ്ട് തന്നെ വളരെ പരിമിതമായിരിക്കും എയർ ഇന്ത്യ എക്സ്പ്രസ്സിലെ സേവനങ്ങൾ. അത് പ്രവാസികളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കും. മാത്രമല്ല, ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് കൃത്യമായി സർവീസ് നടത്തുന്നില്ല. പലപ്പോഴും അതിൻ്റെ സർവീസ് മുടങ്ങുന്നു. ദിവസങ്ങളോളം ആളുകൾ പലയിടങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കുട്ടികളും സ്ത്രീകളും ഒക്കെ ബുദ്ധിമുട്ടുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസ് വരുന്നതോടുകൂടി അത് കൊച്ചിയിലും ആവർത്തിക്കും എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെയാണ് സിനിമാക്കാരടക്കമുള്ള നിരവധി പ്രീമിയം യാത്രക്കാർ കൊച്ചിയിൽ നിന്നും ദുബായിലേക്കുണ്ട്. അവരൊക്കെ തന്നെ ഇനി എയർ ഇന്ത്യ എക്സ്പ്രസിനെ ആശ്രയിക്കുകയോ അല്ലെങ്കിൽ മറ്റ് വിമാന കമ്പനികളിലേക്ക് യാത്ര മാറ്റുകയോ ചെയ്യേണ്ടി വരും. അത് എയർ ഇന്ത്യക്ക് വലിയ തിരിച്ചടി തന്നെയാകും ഉണ്ടാകുക.